ആദ്യം തന്നെ ദീപാക്കേട്ടനോട് കുടുംബത്തിനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. അന്നത്തെ ഞാൻ വീഡിയോ തോന്നാം. എടി പിശാചെ, എടി ഇബ്ലീസേ, ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീലിന് വേണ്ടി നീ പാവപ്പെട്ട അല്ലെങ്കിൽ റീച്ചിന് വേണ്ടി ആ പാവപ്പെട്ട മനുഷ്യനെ കൊന്നു കളഞ്ഞില്ല. നിനക്ക് പറയാറുണ്ടല്ലേ ചേട്ടാ കുറച്ചും കൂടെ അങ്ങോട്ട് മാറിയിരിക്കുന്നു, നീ എന്തുകൊണ്ട് പറഞ്ഞില്ല? നീ എന്തോന്ന് പറഞ്ഞില്ല? നിന്നെപ്പോലുള്ള കുറേ എണ്ണം ഉണ്ട് ഈ ലോകത്ത്. ഒരു കാശിനും കൊള്ളാത്ത ഇവിടെ റീൽസിന് വേണ്ടിയാണെങ്കിൽ വേറെ എന്തെല്ലാം കണ്ടന്റുണ്ട്, വേറെ എന്തെല്ലാം വരികളുണ്ട്. എനിക്കിത് മാത്രമേ കിട്ടിയുള്ളൂ. അപ്പം ഇതാണല്ലോ ട്രെൻഡ്. നിന്നെ ഇവിടുന്ന് വെറുതെ വിട്ടാൽ, ഈ കോടതി വെറുതെ വിട്ടാൽ, അള്ളാന്റെ കോടതി നിനക്ക് മാപ്പില്ല. നീ ചെയ്തതൊക്കെ പഠിച്ചവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് തോന്നുന്നുണ്ടോ നീ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നീ ലോകം ചുറ്റി നടക്കുന്നു? ഒരിക്കലും ഇല്ല. ഇവിടെ നിനക്ക് എന്ത് ശിക്ഷ കിട്ടിയില്ലെങ്കിൽ നീ ഹാപ്പി ആയിട്ട് നടന്നാൽ, നീ ഇപ്പം നിനക്ക് സന്തോഷമായി, തൃപ്തിയായോ, മനസ്സിന് ഒരു കുളിർമ വന്നോ? വരി നിന്നെപ്പോലുള്ള ഒരു വൃത്തിയിട്ടമാരൊക്കെ ഈ നാട്ടിലുണ്ടെങ്കിൽ നിനക്ക് വരും. നീ എഴുതി വെച്ചോ, നീ മരിക്കുമ്പം നിനക്ക് പടച്ചോണ്ട് മുമ്പിൽ ഒരു കാര്യവും പറയാൻ പറ്റത്തില്ല. നീ എഴുതി വെച്ചോ. ഇനി അവർക്ക് ആരുണ്ട്? ആ പാവം ദീപക്കേട്ടന് ഇനി ആരുണ്ട്? അമ്മ ഉണ്ട്, ഭാര്യ ഉണ്ട്, ഒരു മകനുണ്ട്. ഇവർക്കൊക്കെ ഒരു തുണ എവിടുന്നാണ് ഇനി വരുന്നത്? നീ കൊണ്ടു കൊടുക്കൂ? ഇത്രയൊക്കെ കാണിച്ചു വെച്ചിട്ട് എടി, ഒരാൾ പറഞ്ഞ് മനസ്സിലാക്കണം, ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലെങ്കിൽ പറയാമെന്ന് ചേട്ടാ അങ്ങോട്ട് മാറിയിരിക്കുമോ, എനിക്ക് ഇറിറ്റേഷൻ ആവുന്നു നിങ്ങൾ പറയാണ്ട. അല്ലെങ്കിൽ നേരെ നിനക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കായിരുന്നു. നീ എന്തൊന്നും ചെയ്തില്ല. നിനക്ക് എന്താ വായി പറയാൻ തിരിഞ്ഞു വെച്ചാൽ? നിന്നെപ്പോലുള്ള ട്രേഡായിട്ട് ചെറ്റകളുണ്ടല്ലോ, പച്ച അറബിയിലും മലയാളത്തിലും പറഞ്ഞ ഇബ്ലീസിൻ്റെ സന്തതിയാണ് നീ. ഇബ്ലീസിൻ്റെ സന്തതി. എനിക്ക് നല്ല രീതിയിൽ വിഷമമാണ്, നല്ല രീതിയിൽ ഉള്ളു പൊട്ടുന്നു. അതെത്ര ഞാൻ ലോങ് പോകുന്നത്. നിനക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഇവരാരും എന്തെങ്കിലും ചെയ്താൽ ഇവരാരും ഒന്നും പറയത്തില്ല. നിന്നെപ്പോലുള്ള കുറേ ഇബ്ലീസിൻ്റെ സന്തതിക്ക് നീയൊക്കെ